പത്തനംതിട്ട പെരുമ്പട്ടിയിൽ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പിടിയിലായതോടെ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. സംഘടനയുടെ ഭാഗമായി കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയായിരുന്നു ഷർഫീൻ സെബാസ്റ്റ്യനെ MDMAയുമായി ഡാൻസർ സംഘം വീട്ടിൽ നിന്നും പിടികൂടിയത്. നാട്ടിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഘാടകൻ എന്ന ലേവലിലായിരുന്നു ഷർഫീൻ സെബാസ്റ്റ്യന്റെ ലഹരി ഇടപാടുകൾ. ഷർഫീൻ ലഹരി ഇടപാടുകൾ നടത്തുന്നതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ദിവസങ്ങളായി ഡാൻസ് ഓഫ് സംഘം ഇയാളെ നിരീക്ഷിച്ചു. ഇന്നലെ ഉച്ചയോടെ വീട് വളഞ്ഞ് പോലീസ് സംഘം ഷർഫിനെ പിടികൂടി. വീട്ടിലെ മുറിക്കുള്ളിൽ പുസ്തകങ്ങൾക്കിടയിൽ രഹസ്യ അറയുണ്ടാക്കിയായിരുന്നു MDMA സൂക്ഷിച്ചത്. ഇയാളിൽ നിന്ന് 1.590 ഗ്രാം MDMA പിടികൂടി. ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഷർഫീൻ സെബാസ്റ്റ്യന്റെ വ്യാജ ലഹരിവിരുദ്ധ സംഘടനയായ ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷനിൽ കൂടുതൽ യുവാക്കളടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് രേഖപ്പെടുത്തിയ ഐഡന്റിറ്റി കാർഡും പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും മയക്കുമരുന്ന് കേസിൽ പ്രതിയാണെന്ന് തെളിഞ്ഞു. പത്തനംതിട്ട കോയിപ്പുറം സ്റ്റേഷനിൽ സ്ത്രീകളെ ആക്രമിച്ചതുൾപ്പെടെ 2 ക്രിമിനൽ കേസിലും ഷർഫീൻ സെബാസ്റ്റ്യൻ ഉൾപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.